പെരുന്നാളുകളുടെ കാലമാണ്. എല്ലാ വീടുകളിലും ആഘോഷമാണ്, ആളുകളുടെ ഒത്തുകൂടലാണ്, സന്തോഷം പങ്കുവെക്കലാണ്. അങ്ങനെ കളിച്ചിരികളുടെ നേരമൊക്കെയാണ് ഈ പെരുന്നാൾ കാലം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പെരുന്നാൾ കാലത്ത് നമ്മൾ ഇന്നുള്ളത് ചെമ്മണ്ണൂർ സെൻറ്റ് സെബാസ്റ്റ്യൻസ് ചർച്ചിലാണ്. ഇവിടുത്തെ പെരുന്നാൾ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് കാണാനായിട്ട് പോകുന്നത്. ചെമ്മണ്ണൂർ സെൻറ്റ് സെബാസ്റ്റ്യൻസ് ചർച്ചിലെ പെരുന്നാൾ ആഘോഷങ്ങളാണ്. നമ്മുടെ കൂടെയുള്ളത് വികാരി ഫെബിൻ കുത്തൂർ അച്ഛനാണ്. എങ്ങനെയുണ്ട് ഇത്തവണത്തെ പെരുന്നാൾ? എല്ലാ വർഷത്തെയും പോലെ വളരെ മനോഹരമായിട്ട് തിരുനാൾ ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ വർഷത്തെ 88ാമത് തിരുനാളായിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത്. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും സെബസ്ത്യാനോസിൻ്റെയും 88ാമത് തിരുനാളാണ് നമ്മൾ ആഘോഷിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഇടവക ജനത്തിൻ്റെ മുഴുവൻ വലിയൊരു ആഘോഷത്തിൻ്റെ, സന്തോഷത്തിൻ്റെ വലിയൊരു ആഘോഷമാണ് ഈ തിരുനാൾ ആഘോഷം. സെബസ്ത്യാനോസ് വഴിയും പരിശുദ്ധ കന്യകാമറിയം വഴിയും നിരവധിയായ അനുഗ്രഹങ്ങൾ ഈ ചെമ്മണ്ണൂർ ദേശത്ത് ജനങ്ങൾ ഒത്തിരി നേടിയെടുക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ തിരുനാൾ ഞങ്ങളൊക്കെ ആഘോഷിക്കുക. ഏതായാലും ഈ ഒരു വർഷത്തെ തിരുനാൾ ആഘോഷത്തിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ ഇതിൽ പങ്കാളികളാകുന്ന മധ്യസ്ഥം വച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും തിരുനാളിൻ്റെ എല്ലാവിധമായ പ്രാർത്ഥനാ മംഗളങ്ങളും ഏറ്റവും സ്നേഹത്തോടെ നേരുന്നു. ദൈവം ഞങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.
അനന്തമായ സഹായം ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. പരിശുദ്ധ മറിയത്തിന്റെയും മാതാപിതാവിന്റെയും വിശുദ്ധ സ്നേഹന്മാരുടെയും പ്രത്യേകമായി വിശുദ്ധ സെബസ്ത്യാനത്തിന്റെ സഹായവും ഞങ്ങൾക്ക് സഹായിക്കുമാറാകട്ടെ. ഈ തിരുനാൾ കടന്ന് സംബന്ധിക്കുന്ന സെബസ്ത്യാനോസേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആദിയും വ്യാധിയും ഇവിടന്നകറ്റുവാൻ ചെമ്മണ്ണൂർ പള്ളിയിൽ ഇരിപ്പവരേ. ആദിയും വ്യാധിയും ഇവിടന്നകറ്റുവാൻ ചെമ്മണ്ണൂർ പള്ളിയിൽ ഇരിപ്പവരേ.
സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ചിൽ ഇത് 88ാമത് തിരുനാളാണ്. അപ്പോൾ ഒരുപാട് വർഷത്തെ ചരിത്രം പറയാനുണ്ട്, ഒരുപാട് കഥകൾ പറയാനുണ്ട് ഈ ഒരു പള്ളിക്ക്. അപ്പോൾ അതേക്കുറിച്ചൊക്കെ കൂടുതൽ പറയാനായിട്ട് നമ്മുടെ കൂടെ ചേരുന്നത് ജോഷി മാഷാണ്. ഏനാമാവ് ഹൈസ്കൂളിലെ ഹെഡ് മാഷാണ്. പിന്നെ നമ്മുടെ പള്ളിയിൽ കാറ്റീസം പഠിപ്പിച്ചിരുന്നു. അപ്പോൾ മാഷക്ക് നമ്മുടെ പള്ളിയെ കുറിച്ചിട്ടുള്ള ഒരുപാട് ചരിത്രം ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. എങ്ങനെയുണ്ട് പെരുന്നാൾ ആഘോഷങ്ങളൊക്കെ? നല്ല രീതിയിൽ നടന്നു പോകുന്നു. നമ്മുടെ ഈ ഒരു നേരത്തെ പറഞ്ഞതുപോലെ 88ാമത് തിരുനാളാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ? ആ പള്ളിയുടെ ഒരു ചരിത്രത്തെക്കുറിച്ച് ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ എങ്ങനെയാണ്? പള്ളി ഇവിടെ ഇതേ രീതിയിൽ ഒന്ന് ആരാധനയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആരംഭം കുറിച്ചത് 1938 ജനുവരി 12-ാം തീയതിയാണ് എന്നാണ് ഒരു ചരിത്രരേഖയിൽ നിന്നും കിട്ടിയ അറിവ്. അന്ന് ആർത്താറ്റ് പള്ളി വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട വലിയ വീട്ടിൽ അന്തപ്പനച്ചൻ ആണ് അന്നത്തെ ആദ്യത്തെ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകിയത്. പിന്നീട് അതിനുശേഷം പള്ളിയുടെ തിരുനാൾ, അതായത് ഇവിടെ നിന്ന് ജനുവരി 12 മകരമാസത്തിലെ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ പ്രദക്ഷിണം ഈ അങ്ങാടിയുടെ ഈ കിഴക്കേ അറ്റം വരെ ഉള്ള വീടിൻ്റെ ക്രിസ്ത്യൻ വീട് വരെയായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. പിന്നീടാണ് ആ പ്രദക്ഷിണം കുറച്ചും കൂടി മാറി സെൻറ്റ് ജോർജ് കപ്പേള വരെ ആയത്. പിന്നീട് അത് 1984 പള്ളി ഒന്ന് നവീകരിച്ചു. അന്നത്തെ വികാരിയായിരുന്നത് ബഹുമാനപ്പെട്ട റാഫേൽ മാളിയമ്മാവ് അച്ഛനായിരുന്നു. അച്ഛൻ്റെ ശ്രമഫലമായിട്ട് ഇവിടെയുള്ള ജനങ്ങളുടെ ആഗ്രഹപ്രകാരം ആഴ്ചയിൽ ഒരു ദിവസം ഇടദിവസങ്ങളിലെ വിശുദ്ധ കുർബാന ആരംഭിച്ചു. തുടർന്ന് 1990കളിൽ ഇവിടെയുള്ള ആളുകൾക്ക് ഞായറാഴ്ച വിശുദ്ധ ബലി അർപ്പണത്തിന് 2 കിലോമീറ്റർ അപ്പുറമുള്ള ആർത്താറ്റ് പള്ളിയെയായിരുന്നു ആശ്രയിച്ചിരുന്നത്. ആർത്താറ്റേക്ക് പ്രായമായവർക്കും മറ്റും കുട്ടികൾക്കും പോകാനുള്ള ബുദ്ധിമുട്ടുകൾ പറഞ്ഞുകൊണ്ട് കുണ്ടുകുളം പിതാവ് ഇവിടെ 1990 മുതൽ ഞായറാഴ്ച കുർബാന അനുവദിച്ചു തന്നു. പിന്നീട് 1995 ഡിസംബർ 16-ാം തീയതി, ഇപ്പോൾ ഓർമ്മയിൽ നിന്ന് ഡിസംബർ 16-ാം തീയതി ഈ ഇടവക പള്ളിയായിട്ട് ഉയർത്തപ്പെടുകയും ചെയ്തു. അപ്പോൾ വളരെ നല്ലൊരു പാരമ്പര്യത്തോടു കൂടി ഇവിടെ ക്രിസ്ത്യൻ കുടുംബങ്ങൾ വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഉണ്ട്. ആ ക്രിസ്ത്യൻ കുടുംബങ്ങൾ വളരെ സഹകരിച്ചുകൊണ്ട് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ഈ വിശുദ്ധ മറ്റേ തിരുനാൾ വളരെ ഭംഗിയായിട്ട് സെബസ്ത്യാനോസിൻ്റെ ആഘോഷിച്ചു വരുന്നത്. നമുക്ക് 2005 ഈ ഇടവകയ്ക്ക് ഒരു സ്ഥിരം വികാരിയെ ലഭിച്ചത്. ബഹുമാനപ്പെട്ട ദിവംഗതനായ ഷാജു ചിറയത്തച്ഛനാണ് ഇവിടുത്തെ ആദ്യത്തെ സ്വതന്ത്ര വികാരി എന്ന് കൂടി പറയുന്നു. അച്ഛൻ്റെ ശ്രമഫലമായിട്ട് ഇവിടെ വൈദിക മന്ദിരം പണിയുകയും അച്ഛൻ തന്നെ പിന്നീട് ഇവിടെ താമസിച്ച് ദിവ്യബലിയും മറ്റു കാര്യങ്ങളും അർപ്പിക്കുന്ന ഒരു സവിശേഷതകളിലൂടെ കടന്നു പോകുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ വികാരിയായിട്ടുള്ള ബഹുമാനപ്പെട്ട ഫെബിൻ കുത്തൂരച്ഛൻ്റെ നേതൃത്വത്തിൽ ഏറ്റവും ഭംഗിയായിട്ട് തന്നെ ഇടവകയെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ കൈക്കാരന്മാരും ബഹുമാനപ്പെട്ട തിരുനാൾ ജനറൽ കൺവീനറും ആയിട്ടുള്ള ജോജു ചിരിയങ്കണ്ടത്ത് ഏറ്റവും ഭംഗിയായിട്ട് തന്നെ തിരുനാൾ പ്രവർത്തനങ്ങൾ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഒരുപാട് സന്തോഷം. ഇങ്ങനെയൊരു തിരുനാൾ ദിവസം തന്നെ കണ്ടുമുട്ടാനായിട്ട് സാധിച്ചില്ല. തിരുനാൾ ആശംസകൾ നേരുന്നു. താങ്ക് യു. ചെമ്മണ്ണൂർ തന്നെ ജനിച്ച് വളർന്ന് ഇപ്പോൾ പള്ളിയിലച്ഛനായിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ അനുഭവങ്ങളൊക്കെ ഒരുപാടുണ്ടാവും പറയാൻ. ഷിജോ കുറ്റിക്കാട്ട് അച്ഛനാണ്. അച്ഛന് ചെറുപ്പത്തിലെ ഓർമ്മകളൊക്കെ ഉണ്ടോ ഇവിടുത്തെ തിരുനാൾ ആഘോഷത്തിൻ്റെ ഓർമ്മകൾ? എൻ്റെ തിരുനാൾ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു എന്ന് പറഞ്ഞാൽ കൂട്ടായ്മയാണ്. ഞങ്ങളുടെ ഒരു 110 വീട്ടുകാരുള്ളൂ ഇവിടെ. പക്ഷേ ആ 110 വീട്ടുകാരും എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു തിരുനാളാണ്. അപ്പോൾ അത് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നതാണ്. അതോടൊപ്പം തന്നെ എനിക്ക് എടുത്ത് പറയുകയാണെങ്കിൽ ഞാനിന്ന് ആയിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണം ഇവിടുത്തെ ഒരു വിശ്വാസം തന്നെയാണ്. ഞാൻ ഇന്ന് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് വന്നിരുന്നു. ആ കൂട്ടായ്മയും ആ വിശ്വാസമാണ് ഇന്ന് ഞാനൊരു പുരോഹിതനാവാനുള്ള കാരണം. ഇന്ന് ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനകളും നൽകുന്നു. അച്ഛനും തിരുനാൾ ആശംസകൾ. താങ്ക് യു.
ചെമ്മണ്ണൂർ സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ചിലെ വിശുദ്ധ തിരുനാളാണ്. നമ്മൾ ഇന്ന് ആഘോഷത്തിൻ്റെ ദിവസമാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് ഇവിടുത്തെ ജനറൽ കൺവീനറും കൈക്കാരന്മാരും കമ്മിറ്റി അംഗങ്ങളും ഒക്കെയാണ്. നമുക്ക് അവരെ പരിചയപ്പെടാം. പേരെന്താണ്? വിൻസെൻ്റ്. എങ്ങനെയുണ്ട്? ഇവിടെ തിരുനാളിനോട് സംബന്ധിച്ച് നേർച്ച കൊടുക്കാനുള്ള ഒരു കമ്മിറ്റിയിലുള്ള കൺവീനറാണ്. ഞാൻ ചെമ്മണ്ണൂരിൻ്റെ ഈ നല്ല തിരുനാൾ ആഘോഷത്തിൽ ഒരു പങ്കാളിയാവാൻ സാധിച്ചതിൽ സന്തോഷം. സ്റ്റാലിൻ. ഇവിടെ തിരുനാളിന് നേർച്ച കമ്മിറ്റിയിലെ അംഗങ്ങളാണ് ഞങ്ങൾ. എങ്ങനെയുണ്ട് ഇപ്രാവശ്യത്തെ തിരുനാള്? ഞങ്ങളുടെ അമ്പെടുക്കൽ കഴിഞ്ഞിട്ടില്ല, വൈകിട്ടാണ് അമ്പെടുക്കൽ. അതുകൊണ്ട് അമ്പുകൾ 2:30 മുതലാണ് സ്റ്റാർട്ടിങ് വെച്ചിട്ടുള്ളത്. അത് 10-10:30 എല്ലാ അമ്പുകളും കയറും. അതോടുകൂടിയിട്ട് തിരുനാളിൻ്റെ മെയിൻ ഭാഗങ്ങൾ കഴിഞ്ഞിരിക്കും. ജനറൽ കൺവീനറാണ് ഞാൻ ജോജോ. ഞാൻ ഈ ഇടവകാംഗമായിട്ട് വളരെ കുറച്ച് വർഷങ്ങളായിട്ടുള്ളൂ. വളരെ മനോഹരമായിട്ട് പെരുന്നാളുകൾ നടന്നു പോകാറുണ്ട്. അതിൽ ഹാപ്പിയാണ്. ഈ വർഷം എനിക്കൊരു കമ്മിറ്റിയിൽ അംഗമാവാനും സാധിച്ചു. അതിന് ഞാൻ തമ്പുരാനോട് നന്ദി പറയുന്നു. വളരെ മനോഹരമായിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും തുടർന്ന് നമ്മുടെ അമ്പ് എഴുന്നള്ളിപ്പും കാര്യങ്ങളൊക്കെ വരുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ്. അപ്പോൾ എല്ലാവർക്കും തിരുനാൾ ആശംസകൾ. എൻ്റെ പേര് ജോർജ്, ഇവിടുത്തെ ഫൈനാൻസ് കൺവീനറാണ്. തിരുനാളിൻ്റെ എല്ലാവിധ സാമ്പത്തിക ഇടപാടുകളും നോക്കി നടത്തുന്നു. എല്ലാം ഭംഗിയായിട്ട് ആഘോഷിക്കുന്നു. എൻ്റെ പേര് ജോസ് മോൻ. ഞങ്ങൾ 2 കൈക്കാരന്മാരിൽ ഒരാൾ പുള്ളിയും കൈക്കാരനാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോകണു. മറ്റേ ജോജ പറഞ്ഞ പോലെ അവൻ ജനറൽ കൺവീനറാണ്. എല്ലാവരും സഹകരണത്തോടെ ഭംഗിയായിട്ട് കാര്യങ്ങൾ പോകണം. ഇന്നത്തെ ഈ പറഞ്ഞ പോലെ 10-10:30 നമ്മൾ കഴിഞ്ഞു. പെരുന്നാൾ സമാപ്തിയിലേക്ക് എത്തി. ഓക്കെ. എൻ്റെ പേര് തോമസ് അന്തിക്കാട്ട്. ഇതിപ്പോൾ 88ാമത്തെ തിരുനാളാണ്. പിന്നെ ഞങ്ങളുടെ വികാരി ഫെബിൻ കുത്തൂരിൻ്റെ നേതൃത്വത്തിലും പിന്നെ മറ്റുള്ള കമ്മിറ്റി അംഗങ്ങളും എല്ലാവരും കൂടിയിട്ട് ഭംഗിയായിട്ട് നടത്തി. ഇനി അടുത്ത കൊല്ലവും ഞങ്ങൾ നടത്തും. നമ്മളിപ്പോൾ ആഘോഷങ്ങൾ ഇപ്രാവശ്യത്തെ എടുത്ത് പറയാവുന്ന ആഘോഷങ്ങൾ സാധാരണ എല്ലാ കൊല്ലവും നടത്തി വരാവുന്ന ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലത്തേക്കാളും ഒരു വ്യത്യാസം വന്നുള്ളത്, കഴിഞ്ഞ കൊല്ലം ശനിയാഴ്ച ആയിരുന്നു അമ്പ്, ഇപ്രാവശ്യം ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷമാക്കി. അതൊരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത കൊല്ലം യോഗത്തിൽ എന്തൊക്കെ തീരുമാനിക്കാൻ പറയാൻ പറ്റില്ല. എൻ്റെ പേര് ബിജു. ഞാൻ ഇവിടെ ഖദന വഴിപാട് കിട്ടുന്നത് കറക്റ്റ് നോക്കി പൊട്ടിക്കാനുള്ള കൺവീനറാണ്. കാര്യങ്ങളൊക്കെ ഭംഗിയായി നടന്നു. പ്രദർശനം കയറിയപ്പോൾ ആ കഥനങ്ങളെല്ലാം പൊട്ടിച്ച് തീർത്തു. എല്ലാം ഭംഗി. ഡ്യൂട്ടിയൊക്കെ ഗംഭീരമായിട്ട് നടത്താനായിട്ട് സാധിച്ചതിന്റെ ഒരു ചാരിതാർത്ഥ്യത്തിൽ നിൽക്കുകയാണല്ലോ. ഇനി നമ്മൾ ഇന്നലെ ഗാനമേളയൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു പരിപാടി? ഗാനമേളയൊക്കെ നന്നായിരുന്നു. നിറച്ച ആളായിരുന്നു. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ എല്ലാം ഭംഗി നടന്നു. എൻ്റെ പേര് ആൻ്റണി. ഞാൻ മറ്റേ പ്രദർശന കമ്മിറ്റി കൺവീനറാണ്. ഇപ്പോൾ പ്രദർശനം കഴിഞ്ഞു. ഈ പറഞ്ഞതുപോലെ ചാരിതാർത്ഥ്യത്തോടു കൂടെ നിൽക്കുകയാണ് പ്രദർശനമൊക്കെ കഴിഞ്ഞ് വന്നിട്ട്. അല്ല, ഇനിയിപ്പോൾ കമ്മിറ്റിയുടെ മറ്റേ സമുദായത്തിൻ്റെ അമ്പ് വളരെ എളുപ്പമുണ്ട്. അതിലെ പ്രസിഡന്റാണ്. അപ്പോൾ ഞങ്ങൾ പോവാണ്. 2:30 ഞങ്ങൾ അമ്പ് ഇറങ്ങും. അപ്പോൾ ഞങ്ങൾ സന്തോഷമായിട്ട് നടത്തി അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ എന്തായാലും എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ. ഇതുവരെ നടന്ന പോലെ തന്നെ ഇനി ബാക്കി കാര്യങ്ങളും കൂടെ ഭംഗിയാവട്ടെ. പെരുന്നാൾ ആശംസകൾ. അപ്പോൾ ആ ചെമ്മണ്ണൂർ ഗംഭീരമായിട്ട് പെരുന്നാൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും വക ആശംസകൾ.